കേട്ടുകൊണ്ടേയിരിക്കും. ഇന്ന് രാവിലെ അപ്പുക്കുട്ടന് സ്കൂൾ അവധിയാണ്, പക്ഷെ സീച്ചറിന് ജോലിക്ക് പോകണം. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കേട്ടോ. ഇപ്പൊ ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് വെച്ചിട്ട് അറൗണ്ട് ഒരു 8 months മുന്നെയാണ് ക്ലയന്റ് വന്നത്. ആൻഡ് ആളുടെ കൺസേൺ എന്ന് പറയുന്നത് ഒരു സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. ഡോക്ടറിനെ തന്നെയാണ് ആള് ഫസ്റ്റ് വിസിറ്റ് ചെയ്ത്. മൈ വേ ബൈ കല്യാണി. കല്യാണ കച്ചേരി പാടാമടി, കച്ചേരി പാടുമ്പം പോരുന്നോടി, വെറുതെ 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 നാട്ടുകാരെ പറ്റിച്ച് തഞ്ഞ് ഒട്ടി. അപ്പൊ കല്യാണി നമുക്ക് എല്ലാവർക്കും അറിയാലോ. മൈ വേ ബൈ കല്യാണി. ഇവളുടെ റിയൽ നെയിം എന്താണ് അതൊന്നും നമുക്കിവിടെ വിഷയമല്ല. അപ്പൊ ഈ കല്യാണി റീസെന്റ് കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉടനെ തന്നെ ലോങ് വീഡിയോ ആയിട്ട് വരുമെന്ന്. അത് പറയുന്നത് കേട്ടപ്പോഴേ ഞാൻ മറ്റേ വേഴാമ്പലം മഴയും നോക്കി ഇരിക്കുന്ന പോലെ ഒരു ഇരിപ്പ. ഇപ്പം വരും, നാളെ വരും, മറ്റന്നാൾ വരും, വന്നില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, ആരും വരാത്ത സ്ഥിതിക്ക് ഞാൻ വരാമെന്ന് തന്നെ ഞാൻ അങ്ങ് വിചാരിച്ചു. സ്വന്തമേ സെൽഫായിട്ട് ഞാൻ തന്നെ ഇറങ്ങി. ഓക്കെ, അപ്പോൾ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതോ തൊലിഞ്ഞ ക്രീമുകൾ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് എടുത്ത് അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യും. ഇപ്പോൾ കല്യാണം മാത്രമൊന്നുമല്ല കേട്ടോ, വേറെ ഒരുപാട് പേരുണ്ട്. വിരലെണ്ണാവുന്നതാണെങ്കിൽ പെട്ടെന്ന് തുപ്പി കാണിക്കുകയാണെങ്കിൽ ജാസ്മിൻ ജാഫർ, ഗ്ലാമി ഗംഗ്, ഇങ്ങനെ കുറേ പേരുണ്ട് ഈ ക്രീമുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ടീംസ്. അങ്ങനെ ഈ ആൾക്കാരുടെ സ്കിന്നിന് പറ്റുമോ ഇല്ലേന്ന് പോലും നോക്കത്തില്ല. സ്വന്തമായിട്ട് കുറേ ചിക്കിളി കിട്ടുമ്പോൾ എടുത്തങ്ങോട്ട് അങ്ങ് പ്രൊമോട്ട് ചെയ്യും. നാട്ടുകാരെ പറ്റിക്കുന്ന സ്ഥിരം പരിപാടി. അപ്പോൾ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തേപ്പ് വെച്ചിട്ട് ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ചു, അല്ലെ ഞാൻ തേച്ചതാ, ഞാൻ വെളുത്ത് തുടുത്ത് പെടുത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കാണിക്കും. ഇത് കണ്ട് ഇവരുടെയൊക്കെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, വിഡ്ഢികളായ ആൾക്കാർ ഇതൊക്കെ കണ്ട് അങ്ങോട്ട് വാങ്ങും. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. എൻ്റെതാണ് കേട്ടോ, അവരതല്ല. അപ്പോൾ ഇങ്ങനെ വാങ്ങി തേച്ച് തേഞ്ഞൊട്ടും ആൾക്കാരെന്ത് ചെയ്യും, ഇവർ പറയുന്നത് വിശ്വസിച്ചും കൊണ്ട് ഇപ്പം വെളുക്കാൻ പാറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കറുത്തിരുന്ന് കഴിഞ്ഞാൽ തൊലിഞ്ഞു പോകുന്നുള്ള ടീംസ്, ആ മൈൻഡ് സെറ്റ് ഉള്ളവർ ഇത് വാങ്ങിച്ചെന്ത് ചെയ്യും, തേച്ച് അവസാനം ചൊറിയും ചക്കുമൊക്കെ വന്ന് അവർ ആ വഴിക്ക് പോകും. പിന്നെ ഇവരെ പുറകെയൊന്നും പോയിട്ട് കാര്യമില്ല. ഇവർ പ്രൊമോട്ടും ചെയ്ത് പൈസ വാങ്ങി ഞണ്ണിക്കൊണ്ട് അങ്ങ് പോകും. അങ്ങനെ പ്രൊമോഷന് വേണ്ടിയിട്ട് പല ക്രീമുകൾ വാങ്ങിച്ചിട്ട് ഒറ്റ താപ്പിൽ തേച്ച് ഏതോ ഒരു ക്രീം ഈ കല്യാണി കൊച്ചിന് അങ്ങോട്ട് പണി കൊടുത്ത് മൂഞ്ചി അങ്ങനെ ഹോസ്പിറ്റലിൽ ഒരു ക്ലിനിക്കിൽ എങ്ങാണ്ട് പോയി, ട്രിവാൻഡ്രത്താണ് ആ ക്ലിനിക്ക്, അതിലോട്ട് വരാം. അപ്പോൾ ക്ലിനിക്കിൽ പോയിട്ട് ക്ലിനിക്കിൽ അവർ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് രണ്ടാമത്തെ സിറ്റിങ്ങിൽ എന്തോ കൊളാബ് ചെയ്ത് തരാം എന്ന് പറഞ്ഞും കൊണ്ട് ആ ക്ലിനിക്കുകാരോട് പറഞ്ഞു. ക്ലിനിക്കുകാർ നിന്റെ കൊളാബ ഒരു തേങ്ങ വേണ്ട, പരിപാടി ചെയ്താൽ പൈസ വാങ്ങി തന്നിട്ട് പോടി എന്നുള്ള സെറ്റപ്പിൽ അവർ ആ രീതിയിലല്ല പറഞ്ഞത്. അവർ മാന്യമായിട്ട് കൊളാബൊന്നും വേണ്ട എന്നുള്ള സെറ്റപ്പിൽ പറഞ്ഞു. പക്ഷെ നമ്മുടെ കല്യാണ കൊച്ചിന് പറ്റൂല. അതെന്താ കൊളാബ്? പറ്റൂല. നമ്മൾ കൊളാബ് മാത്രമേ ചെയ്യൂ, നമുക്ക് പൈസ അങ്ങോട്ട് കൊടുത്ത പരിപാടിയൊന്നുമില്ല, ഇങ്ങോട്ട് വാങ്ങിച്ച ശീലമുള്ളൂ ആ മൈൻഡ്. അപ്പോൾ കൊളാബ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തേഞ്ഞെന്ന് മനസ്സിലായ കല്യാണി പിന്നെ അവിടെ നിന്ന് ബില്ലും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവർ ബില്ലൊക്കെ ഇമെയിൽ സഹിതം അയച്ചു കൊടുത്തെന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് കല്യാണിയുടെ അനക്കൊന്നുമില്ല. എന്നിട്ട് കല്യാണി പറയുന്നു ഞാൻ കൊണ്ട് കേസ് കൊടുത്തത്. അവർ പറയുന്നു അവരാണ് ആദ്യം കേസ് കൊടുത്തത്. അപ്പോൾ കല്യാണി പറയുന്നു ഇല്ല ഞാനാണ് ആദ്യം കേസ് കൊടുത്തത്. എന്തായാലും അതിനുശേഷം കല്യാണിയുടെ എക്സ്പ്ലനേഷൻ വന്നിട്ടില്ല. അപ്പം നമുക്ക് ആദ്യം കല്യാണി ഇട്ട ആ വീഡിയോ ഒന്ന് കാണാം. നാട്ടുകാരെ പറ്റിച്ച് അവരെ മറ്റേ കുണച്ച സാമാനങ്ങൾ വാങ്ങിച്ച് തേപ്പിച്ച് ഇപ്പം തേഞ്ഞൊട്ടി. ഓക്കെ, എന്തോ സ്കിന്നിൽ ചെറിയ പ്രശ്നമായിരിക്കാം, വലിയ പ്രശ്നമാവും. എന്തായാലും ഒരു അടി കിട്ടിയത് നന്നായി. ഞാൻ ഒരു കാര്യം പറയാം, ഇവരെ പോലെയുള്ള ഒരാളും പറയുന്നത് വാങ്ങി തേക്കരുത്. മുഞ്ചത്തുള്ളൂ വേറെ ഒരു ടീംസിന്റെ അട്ടോട്രാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നാളെ അപ്പിയിടും ഇന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അമ്മമാർ ഗണിച്ച് പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ആ സാധനം പ്രൊമോട്ട് ചെയ്യുന്ന കുറെ ടീംസ് ഉണ്ട്. അതിൽ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിന്ന ഒരു സാധനമുണ്ട്, ശ്രീകുട്ടി. അയ്യോ സ്വയമേ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ശ്രീകുട്ടിയുണ്ട്. ആ ശ്രീകുട്ടി വന്ന് ഈ സാധനം പ്രൊമോട്ട് ചെയ്ത് കയറി പോയതിനു ശേഷം എവള് വന്ന് കൊടുത്തിട്ടുള്ള എക്സ്പ്ലനേഷൻ, എനിക്ക് പൈസ തന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പൈസ തന്നുകൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന്. ഞാൻ ചെയ്തില്ലേ വേറെ ആരെങ്കിലും പൈസ കിട്ടിയത് ചെയ്യും. ഇങ്ങനെ ഒരു കൺസെന്റും തൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഇല്ലാത്ത കുറെ വൃത്തികെട്ട സാധനങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് പ്രൊമോട്ട് ചെയ്ത് അതും കണ്ട് വിശ്വസിച്ച് പോയി വാങ്ങുന്ന കുറെ കഴുതകളും കുരങ്ങിനേക്കാൾ ബുദ്ധിയില്ലാത്ത, കുരങ്ങിന് ബുദ്ധിയുണ്ട് കേട്ടോ, കുരങ്ങ് കമ്പയർ ചെയ്യാൻ പറ്റില്ല, പന്നികളേക്കാൾ ബുദ്ധിയില്ലാത്ത കുറെ ടീമുകളുണ്ട്. ഓക്കെ, അത്തരം സാധനങ്ങൾ ഈ കുറെ എണ്ണം പറയുന്നത് കേട്ടും കൊണ്ട് നമ്മളെ ജയിച്ച് പറഞ്ഞു ഉയിര് തൈര് എന്ന് പറഞ്ഞുകൊണ്ട് പോയി പൈസ ഇടുന്ന ടീമുകളുണ്ട്, പൈസ കൊടുത്ത് സാധനം വാങ്ങുന്ന ടീമുകളുണ്ട്. മൂഞ്ചത്തേ ഉള്ളൂ. അങ്ങനെ മൂഞ്ചുന്നവർക്ക് ഇതൊരു തിരിച്ചടിയും കൂടി ആവട്ടെ. അപ്പൊ കല്യാണി ഇട്ടിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇന്ന് രാവിലെ അപ്പുക്കുട്ടന് സ്കൂൾ അവധിയാണ്, പക്ഷെ സീച്ചറിന് ജോലിക്ക് പോകണം. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കേട്ടോ. ഇപ്പൊ ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ രാവിലെ മുടിയൊക്കെ കെട്ടി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി അടുക്കളയിലോട്ട് കയറി കേട്ടോ. നമുക്ക് എളുപ്പപ്പണിക്ക് ഇന്ന് പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ പുട്ടെല്ലാം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ടു. ഒരുപാട് പേര് ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാനിതെല്ലാം കഴിഞ്ഞ ഒരു പരിധിയിൽ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ വിത്ത് എവിഡൻസ് ആയിട്ട് ഞാൻ വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്താ ചുരുക്കി പറഞ്ഞു
കഴിഞ്ഞാൽ നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എൻ്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മെയിൻ ഡോക്ടർ ഒരു ലേഡിയാണ്. അവർ 3 മാസം കൂടുമ്പോഴേക്കേ ആ ഒരു ക്ലിനിക്കിൽ വരുള്ളൂ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDSഉം MBBSഉം പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഒരു കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെയൊക്കെ, അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം തിരക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ബില്ല് അവർ ഭയങ്കര കള്ളത്തരമായിട്ടാണ് തന്നത്. അതായത് നമ്മൾ കൊടുത്തതിൻ്റെ പകുതി പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. ഇതൊക്കെ അപ്പം നമ്മുടെ ഫയൽ ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല. അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ അവരവിടെ വന്ന് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടും എനിക്ക് ഇതുവരെ അവർ പ്രോപ്പറായിട്ടുള്ള ബില്ല് എനിക്ക് തരുന്നില്ല. അപ്പോൾ ബില്ല് അവിടെ നിൽക്കട്ടെ, എൻ്റെ ഫയലിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതുവരെ എടുത്ത ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഫയൽ തരാൻ പറഞ്ഞു. അത് കോപ്പി എടുത്തിട്ടായാലും അവർ നമുക്ക് തന്നാൽ മതി. പക്ഷേ അതും തരില്ല. അവരെങ്ങനെയൊക്കെ കാണിച്ചാലും അതൊന്നും അവർ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു ടെൻഷനും എനിക്കിങ്ങനെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത് എൻ്റെ മനസ്സ് അംഗീകരിക്കാത്ത എൻ്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും നാളും. പക്ഷേ ഇപ്പം നമ്മൾ ഹീലിംഗ് സെക്ഷനിലൊക്കെ എടുത്തു. അപ്പോൾ ഡോക്ടർ തന്നെ എന്നോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ എല്ലാവരെയും വിശ്വസിക്കുന്നതെന്ന്. അങ്ങനെ ഞാനിപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊരു വീഡിയോ മൊത്തത്തിൽ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെ അത്രേ ഉള്ളൂ മക്കളെ. ഇപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടാറ്റാ ബൈ, സീ യു. CEO ഒക്കെ അവിടെ നിൽക്കട്ടെ, ടാറ്റാ ബൈ ബൈ അവിടെ നിൽക്കട്ടെ. നമുക്കൊന്ന് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണ്ടേ. വേറെ ഒന്നുമല്ല, നീ ഇതിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് മൈ ബൈ ബൈ കല്യാണി. അതായത് നീ പറയുന്നത് എന്താ, അവരടുത്ത് ബില്ല് ചോദിച്ചു, അവർ തന്നില്ല. അങ്ങനെ നിങ്ങൾ മറ്റേ റിപ്പോർട്ട് ചോദിച്ചു, തന്നില്ല. അങ്ങനെ നിങ്ങൾ പോയി കേസ് കൊടുത്തു എന്നൊക്കെയാണ് പറഞ്ഞ് വയ്ക്കുന്നത് ആണല്ലോ. പക്ഷേ അവർ പറയുന്നത് അങ്ങനെയല്ലടേ. നീ കാണിച്ചിട്ടുള്ള കോപ്രായം വെച്ചിട്ട് കേസ് കൊടുത്തെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നിന്റെ എക്സ്പ്ലനേഷൻ തെളിവ് സഹിതം നീ കാണിക്കണം. അവർ നിനക്ക് മെയിലിൽ വരെ ബില്ല് റിപ്പോർട്ടൊക്കെ അയച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് കുറേ കാര്യങ്ങൾ നമുക്കിതിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കല്യാണി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവർ മറ്റതാണ് മറിച്ചാണ്, അവർ ഉടായ്പാണ്, മറ്റേ BDS പഠിച്ചിട്ട്. BDS ഡെന്റലല്ലേ, പല്ലിൻ്റെ അമ്മമാരൊന്ന് സ്കിന്നിൻ്റെ ചെയ്യൂ. കൊള്ളാലോ ഇത്, അമ്മമാർക്കെങ്കിൽ പല്ലിൻ്റെ ഇട്ടാൽ പോരാ. അല്ലെങ്കിൽ അതെന്താ എന്തായാലും BDS MBBS ഒക്കെ എടുത്തിട്ട് വന്നിരുന്ന സ്കിന്നിൻ്റെ 6 മാസത്തെ കോഴ്സ് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന കല്യാണി പറഞ്ഞു വെക്കുന്നത്. നീ ഇത് തെളിയിക്കണം. എനിക്കതേ പറയാനുള്ളൂ, നീ ഇത് തെളിയിക്കണം. ചുമ്മാ വായിത്തോന്നിയത് കോതയ്ക്ക് പാട്ട് വല്ല സാധനങ്ങളെയും പറ്റിയിട്ട് വിളിച്ച് പറയാനുള്ളതല്ല. അപ്പം നീ പറയും നീ ഇതിന്റെ പേര് പറഞ്ഞില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇതിന്റെ കമന്റ് ബോക്സിൽ നീ പേരടിച്ചു വെച്ചിട്ടുണ്ട്. ഏവനോ വന്നിട്ട് therefore I am ആണോ ചേച്ചി, എനിക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അതാ റിപ്ലൈ തരണേ പ്ലീസ് എന്ന് പറഞ്ഞ് ആരോ കമന്റ് അടിച്ചപ്പം അതേന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ താഴെ നീ തന്നെ റിപ്ലൈ കൊടുത്തിട്ട് അതിനെ പിൻ ചെയ്തും വെച്ചിട്ടുണ്ട്. അപ്പോ കല്യാണി therefore I am-ലാണ് ട്രീറ്റ്മെന്റിന് പോയതെന്ന് ഈ ആൾക്ക് എങ്ങനെ അറിയാം? ഒരു പക്ഷേ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവിൻ്റെ അക്കൗണ്ടിൽ നിന്ന്, കുഞ്ഞമ്മയുടെ മോൻ്റെ അപ്പുറത്തുന്ന അക്കൗണ്ടിൽ നിന്നൊക്കെ കൊണ്ട് ചിലപ്പോൾ ഇട്ട കമന്റ് ആയിരിക്കണം. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും പേര് പോലും പറയാത്തൊരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിന്റെ പേര് എങ്ങനെ ഈ കമന്റ് ബോക്സിൽ ഒരാൾക്കൊന്ന് പറയാൻ സാധിച്ചു? ഓക്കെ, അതെന്റെ വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ഒരു സ്ഥാപനമാണെന്ന് പറഞ്ഞുകൊണ്ട് ആരോ ഒന്ന് കമന്റ് ചെയ്തപ്പോൾ ഓടെ അത് എന്നടെ എന്ന് പറഞ്ഞുകൊണ്ട് കട്ടാക്കി കല്യാണി നിൽക്കുന്നു. അപ്പൊ കല്യാണി ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തള്ള നമ്മൾ ഒന്നും അങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും അല്ല. അപ്പൊ അവരുടെ സൈഡിൽ നിന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കൊളാബ് ചെയ്യാനായിട്ട് ചോദിച്ചു. കൊളാബ് ചോദിച്ചപ്പോൾ അവർ കൊടുത്തില്ല, അവർക്ക് അതിന്റെ ആവശ്യമൊന്നും എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. അപ്പൊ കൊളാബ് എന്തിനാണ് ചോദിച്ചത്? അല്ല, കല്യാണിയുടെ അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. കൊളാബ് എന്തിനാണ് ചോദിച്ചത്? ആ സ്ഥാപനം മോശമാണെങ്കിൽ ആ സ്ഥാപനത്തിൽ മറ്റേ ഡോക്ടർമാരല്ല മറ്റേ കീരവത്ത് പറിച്ചുകൊണ്ടിരുന്നവന്മാരാണോ ഒന്ന് പണിക്കിരിക്കുന്നതെങ്കിൽ എന്തിനാണ് അവരടുത്ത് കൊളാബ് ചോദിച്ചതെന്നാണ് എൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി ആ ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് ഞാനിവിടെ ഡീറ്റെയിൽസ് എന്നൊക്കെ കൊടുക്കാം. ഞാനൊന്ന് ഗൂഗിളിൽ കയറി നോക്കി. therefore I am എന്ന് പറയുന്ന സംഭവമാണ്. therefore I am clinic, I am Trivandrum best skin body and hair clinic in Trivandrum എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചു തരാം. നമുക്കിന്ന് ഫോട്ടോസൊക്കെ കണ്ട് ഇവിടെ തന്നെ കൂടാം. എന്താ ലോഡാകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ്, ഇതാണെന്ന് തോന്നുന്നു ക്ലിനിക്ക്. അല്ല, ഇവർ പറഞ്ഞത് വെച്ചിട്ട് ട്രിവാൻഡ്രത്തുള്ള സംഭവമാണ് ഈ ക്ലിനിക്ക്. നല്ല അടിപൊളിയായിട്ടിരിക്കുന്നത്. ഇവന്മാർ പല്ലിൻ്റെ പഠിച്ചിട്ട് സ്കിന്നിൻ്റെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇവർക്ക് വേറെ ബ്രാഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേരളത്തിൽ. ഒരുപാട് സെലിബ്രിറ്റീസ് ഒന്നും അവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. മോർ ഇമേജസും വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ അവരുടേതായ രീതിയിൽ നല്ല പരിപാടികളൊക്കെ അവിടെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, മനസ്സിലാക്കുന്നത്. ഓക്കെ, വേണ്ട എന്താ നമുക്കറിയത്തില്ല. പിന്നെ റേറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയത് എവിടെയാണ് റേറ്റിംഗ്, എവിടെയാണ് നോക്കണേ? 400 റേറ്റിംഗ് ഇവിടെ കാണിക്കുമല്ലോ. കോപ്പ് ഞാനിത് എവിടെ പോയി മനസ്സിലാക്കും? നമുക്കിതിനെ പറ്റിയിട്ട് റിവ്യൂസ് നോക്കാം. റിവ്യൂസ് നോക്കുമ്പോൾ 4.8 റേറ്റിംഗ് ഉണ്ട്. കുറച്ച് കമൻസ് നമുക്ക് നോക്കണമല്ലോ.
അതിൽ കമൻസ് മോശം കമൻസും ഉണ്ട്, നല്ല കമൻസും ഉണ്ട്. ആദ്യം നമുക്ക് നല്ലത് വായിക്കാം, എന്നിട്ട് മോശം വായിക്കുമ്പോഴേ ഒരു സുഖം കിട്ടും. I recently had my first PRP section at therefore in IAM Trivandrum. I was a bit nervous about the injection, but the staff made me feel completely at easy. They used a good numbing cream. അതെന്ത് സാധനം എന്താ എനിക്കറിയത്തില്ല. And the procedure was over before I knew it with very minimal discomfort. The clinic is spotless and the whole team is very transparent about what to expect. Looking forward to seeing the result over the next few months എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മിഥുൻ എന്ന് പറയുന്ന ഒരു പയ്യൻ ഒരു ഇതിട്ടിട്ടുണ്ട്. ഓക്കെ, അതിന് ഇവർ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ ചൂസിങ് ദെയർ ഫോർ ഐ ആം ട്രിവാൻഡ്രം. ഓക്കെ, ഇതാണ് അവരെ ഫോട്ടോ. രണ്ട് പിള്ളേരിക്കണല്ലോ. அந்த கண்ணை பார்த்தாங்க ലവ് താനത്തൊന്നുതേ. എന്ത് ചെയ്യാം, ഞാനും ഞാൻ ക്ലിനിക്കിൽ പോട്ടെ, വല്ല ട്രീറ്റ്മെൻറ്റും ഒക്കെ എടുക്കാം. നല്ല പിള്ളേരുണ്ട് അവിടെ, വായി നോക്കിയൊക്കെയും ചെയ്യാം. അത് പോട്ടെ, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. നമുക്ക് അടുത്ത കമൻറ്റ് നോക്കാം. ഓക്കെ, ഇനി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇട്ടിട്ടുള്ള ഒരു റിവ്യൂ കൊടുക്കാം. ഐ ആം ഗിവിംഗ് 1 star because no option for negative rating. Okay, I am providing my report and proof along with this review. Please don't rely on the positive reply ആയിരിക്കും കേട്ടോ, on the positive review here. Many are posted in exchange for free product like face wash. I underwent 10 section of laser treatment for beard shaping, but the result were extremely disappointing. There was no meaningful reduction in hair growth, and in fact, I noticed the increased black mark after the treatment. Before payment, the doctor assured me that hair would be completely removed and pigmentation would improve. However, after completing all sections, neither of these promises were met. There is a lack of consistency in staff. Nurses keep changing, and some even mentioned I was their first client. The treatment quality feels inconsistent, and I strongly suspect the laser intensity is kept low intentionally to make customers purchase more section. After seeing no result, I stopped for a month. When I returned, I was offered free section, but later proceeded into buying additional ones under the guise of a discount. The communication from the doctors is very convincing initially, but does not reflect actually result. Staff behavior also become uncomfortable when you question the effectiveness of the treatment. I also tried their skincare products, sunscreen, face wash, etc., but none of them delivered noticeable result. I had previously posted a positive review to receive a free product. I am not deleting that and sharing my genuine experience. Overall, this felt like a complete waste of money. I would strongly advise others to be cautious before choosing the clinic എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ എടുത്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെയും എന്തിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു വച്ചിട്ടുണ്ട്. ഓക്കെ, അയ്യോ ഇതെന്തു പറ്റി? So please make a document and send completely file. I want to see all my section dates, etc. Sir, I will check the file and I send it shortly. Can you please provide that I asked on Wednesday but not responsive from your side? എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെന്നായി കുറേ അടിച്ചു വച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ട ഇതൊക്കെ അവിടെ നിന്നുള്ളതാണ്. I recently visited therefore clinic and I was thoroughly impressed by the level of expert and okay, ഒരുപാട് റിവ്യൂസ് കിടപ്പുണ്ട് കേട്ടോ. ഓക്കെ, അതിൽ ഒരു റിവ്യൂ നെഗറ്റീവായിട്ട് കണ്ടു. ആ നെഗറ്റീവ് വേണുഗോപാലിന് ഇവർ റിപ്ലൈയും കൊടുത്തിട്ടില്ല. ഓക്കെ, അതിന് 17 ലൈക്കും കണ്ടുണ്ടെന്നോ. അല്ലാണ്ട് ഐ വിസിറ്റഡ് therefore ജസ്റ്റ് ഹാഡ് എ ഫാൻറ്റൻസി, ബാക്കിയെല്ലാം പോസിറ്റീവാണ്. പക്ഷെ ഒരാൾ തെളിവ് സഹിതം വെച്ചിട്ട് ഇന്ന റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്, അതിന് ഇവർ റിപ്ലൈയും കൊടുത്തിട്ടില്ല. ബാക്കി എല്ലാ കമൻസിനും ഇവർ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. കണ്ട, ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാത്തിനും റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. മറ്റേ ഒരൊറ്റ കമൻറ്റിന് മാത്രം അവർ റിപ്ലൈ കൊടുത്തിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം ആൾക്കാർക്ക് എല്ലാവർക്കും നല്ലൊരു ഇതാണ്. ഗ്രേറ്റ് സൺസ്ക്രീൻ വിത്ത് നോ വൈറ്റ് കാസ്റ്റിംഗ് ആൻഡ് സ്മൂത്ത് ടെക്സ്ചർ. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് എന്തോ എല്ലിൻ്റെ ഇടയിൽ കയറിയതാണോ ഇനി ഇവർ എല്ലിൻ്റെ ഇടയിൽ കയറ്റിയതാണോ എന്നുള്ളൊരു സംഭവം ഡൗട്ടാണ്. ഗ്രേറ്റ് എക്സ്പീരിയൻസ് അറ്റ് ദ ക്ലിനിക്. ദ സ്റ്റാഫ് വെയർ ഫ്രണ്ട്ലി ആൻഡ് പ്രൊഫഷണൽ. മൈ സ്കിൻ ഫീൽ മച്ച് ബെറ്റർ ആഫ്റ്റർ ദ ട്രീറ്റ്മെൻറ്റ്. ഹൈലി റെക്കമെൻഡഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു നെഗറ്റീവ് റിവ്യൂ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിപ്പോൾ ഏതെടുത്താലും ഒരു നെഗറ്റീവ് കാണും. പിന്നെ ആ നെഗറ്റീവ് സത്യമാണെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യേണ്ടത് ഈ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം പൈസ തന്നിട്ടാണ് അവരും ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുള്ളത്, അല്ലാതെ മറ്റേ പുല്ല് കുറച്ചല്ല തന്നിട്ടുള്ളത്. അങ്ങനെ ഒരു സംഭവം ഉള്ളതാണെങ്കിൽ അത് നിങ്ങൾ
ക്ലിയർ ചെയ്യണം. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ റിവ്യൂസും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഉള്ള സർവീസസ് ഇതൊക്കെയാണ്. ഇതെന്തുവാ എനിക്കറിയത്തില്ല. ലേസർ ഹെയർ റിമൂവൽ, ഹെയർ എക്സോസംസ, എന്ത് തേങ്ങ എന്തോ സ്ക്രബ് ത്രെഡ്, SMPG, മൈക്രോ പിഗ്മെന്റേഷൻ, ഹൈഡ്രാഫേഷ്യൽ, ബോട്ടോക്സ്, മെസോറോളക്സ്, റോളക്സ് മറ്റേ സൂര്യല്ലേ, റോളക്സ് അവൻ പേര് ഡില്ലി ആ സാധനം, എന്താ ഫ്രാക്സ് എയർ, കൊളേജൻ, എന്തുവാടെ ഇത്? ഞാൻ മറ്റേ ഇത് നമ്മളെ ഷാർജ ഷേക്ക് കുടിക്കാൻ കയറുമ്പോൾ അവിടെ കരിക്കിൻ ഷേക്ക്, ചോക്ലേറ്റ്, സ്ട്രോബെറി, ബ്ലൂബെറി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന പോലെയാണ് ഇവിടെ കുറേ പരിപാടികൾ എഴുതി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ എന്ത് തേങ്ങ ഇതൊക്കെ? സർജറി, എക്സ്പ്ലോർ ട്രാൻസ്ഫോർമാറ്റീവ് സർജറി, ബോഡി കൗണ്ടിങ് അല്ല, ബോഡി കോൺടൂറിങ് ടു ഫേഷ്യൽ എൻഹാൻസ്മെന്റ് ഓർ സ്കിൽഡ് സർജറി. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ ഉള്ള പരിപാടികളും കാര്യങ്ങളും. ഓക്കെ, ഇതൊന്നും അല്ല നമ്മുടെ വിഷയം. അപ്പോൾ മൈബേ ബൈ കല്യാണിയും ഇവിടെ പോയിരുന്നു, ഇവിടെ ഒന്ന് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ട്രീറ്റ്മെന്റ് എടുത്തതിനെ തുടർന്ന് മൈബേ ബൈ കല്യാണിക്ക് വിഷയമുണ്ടായെന്നാണ് ഈ സ്ഥാപനത്തിനെ പറ്റിയിട്ടാണ് നമ്മളെ കല്യാണി പറഞ്ഞത്. എന്നിട്ട് ഈ സ്ഥാപനം എങ്ങനെയാടാ എന്ന് നീ അറിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമന്റിൽ അവൾ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരും ഇട്ട കമന്റിനെ അവളെടുത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എന്തോ ഒരു ദുരൂഹത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി അവരുടെ പ്രശ്നം നമ്മൾ കേൾക്കണം. അതാണ് അതിൻ്റെ ഒരു മാന്യത. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമ്മൾ നോക്കണം. കാരണം പ്രത്യേകിച്ച് റിവ്യൂ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു നെഗറ്റീവ് റിവ്യൂ മാത്രമേ ഞാൻ കണ്ടുള്ളൂ, ബാക്കി എല്ലാം പോസിറ്റീവ് റിവ്യൂ ആണ്. ആ സ്ഥിതിക്ക് അവർക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടി നമ്മളൊന്ന് കേൾക്കണം. ഇവിടെ കല്യാണി വന്നതും കൊളാബ് ചോദിച്ചതും ഒക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് അവർ ഡീറ്റെയിൽ ആയിട്ട് ദേവിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടോക്കാം. ഫസ്റ്റ് വിസിറ്റ് അറൗണ്ട് ഒരു 8 months മുന്നെയാണ് ക്ലയന്റ് വന്നത്. ആൻഡ് ആളുടെ കൺസേൺ എന്ന് പറയുന്നത് ഒരു സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊരു വൈറ്റനിങ് ക്രീമാണ്, സ്റ്റിറോയിഡ് ക്രീമാണ്, വൈറ്റനിങ് ക്രീമാണ്. ആൻഡ് അത് യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടായിരുന്നു. യൂസ് ചെയ്ത് ആൾക്ക് ഫെയർ ആയി, കുറച്ച് സ്കിൻ ഒന്ന് വെളുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് പിഗ്മെന്റേഷൻ വരാൻ തുടങ്ങി ആളുടെ സ്കിന്നിൽ. അപ്പൊ ആൾക്ക് മനസ്സിലായി അതിന്റെ എന്തോ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണെന്ന് ആൾക്ക് മനസ്സിലായിട്ടാണ് ആള് ഞങ്ങളെ മീറ്റ് ചെയ്യുന്നത്. ആൻഡ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ ഡോക്ടറിനെ തന്നെയാണ് ആള് ഫസ്റ്റ് വിസിറ്റ് ചെയ്തും ഫുൾ കണ്ടതും ഡോക്ടറിനെ തന്നെയാണ്. ഈ സംസാരിക്കുന്ന ആളുടെ പേരെന്തായിരുന്നു? ഞാൻ ഓഫീസിലെ സ്റ്റാഫാണ്, ട്രിവാൻഡ്രം ഓഫീസിലെ സ്റ്റാഫാണ്. പറഞ്ഞോളൂ. ആൻഡ് വിസിറ്റിൽ വന്നിട്ട് മാമിനെ കണ്ടു. അപ്പൊ മാം പറഞ്ഞു ആ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റിറോയിഡ് ക്രീം ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് അത് നമ്മളങ്ങനെ കൈൻഡ് ഓഫ് സ്റ്റിറോയിഡ് ക്രീംസ് കൊടുക്കാറില്ല. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മള് ഗ്ലൂട്ടതൈൻ IV സജസ്റ്റ് ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ആളുടെ. നമ്മൾ ഫുൾ ഹിസ്റ്ററി എടുത്തതിന് ശേഷമാണ് ചെയ്തത്. ആൻഡ് IVs എടുത്തു ഒരുപാട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെഷന് ആള് വന്നപ്പോ ആള് കൊളാബ് റിക്വസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തു? യെസ്, ആളുടെ ഫീൽഡ് ആണല്ലോ, ലൈക് ഇൻഫ്ലുവൻസർ ആണല്ലോ. അപ്പോ നമുക്ക് ആക്ച്വലി എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ കൊച്ചിയിലെ പനമ്പള്ളി ക്ലിനിക്കിലെ മഞ്ജു വാര്യർ തൊട്ട് എല്ലാരും നമ്മുടെ ക്ലയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അവരെ വെച്ചിട്ട് നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഒരു സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ഒരു പ്രൊമോഷനോ ഒരു ആഡോ ചെയ്തിട്ടില്ല. ഈവൻ പെയ്ഡ് ആഡ് പോലും നമ്മൾ സെലിബ്രിറ്റീസിനെ വെച്ച് ചെയ്തിട്ടില്ല. ബൈ ബിക്കോസ് നിങ്ങൾക്ക് സിഇഒക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ല. ചെയ്യാനാണെങ്കിൽ എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ ക്ലയൻസ് ആണ് പനമ്പള്ളിയില്. We are not interested. Ma'am is not interested on that. Why? Because നമുക്ക് അല്ലാതെയുള്ള ആഡ്സ് മതി എന്നാണ് ആളുടെ ഒരു കോൺസെപ്റ്റ്. അപ്പോ നമ്മള് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടീമും അല്ല നമ്മുടെ കമ്പനി വന്നിട്ട് ഈ ഒരു സെലിബ്രിറ്റീസിനെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഈ കൊളാബ് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരല്ല. എത്ര വർഷമായി സ്ഥാപനം തുടങ്ങിയിട്ട് അറിയോ? 15 വർഷത്തിന് മേലെയായി തൃശ്ശൂരും കൊച്ചിയിലും ഒക്കെ. ഞങ്ങള് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷം ആവുന്നു. ഓക്കെ. അപ്പൊ ഇവര് എനിക്ക് തോന്നുന്നു നാട് കൊല്ലത്താന്ന് തോന്നുന്നു. അപ്പൊ കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തേക്ക് എത്തിയത് ആരെങ്കിലും പറഞ്ഞിട്ട് അറിഞ്ഞതാണോ അതോ ഡയറക്റ്റ് വിളിച്ചു വന്നതാണോ? മാമിന്റെ ഭയങ്കര ഫാനായിരുന്നു ആള്. മാമിനെ ഭയങ്കരമായിട്ട് ഫോളോ ഒക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്ത് വന്ന ഒരു ക്ലയന്റ് ആണ് അയാള്. ഇവര് അല്ലാതെ നോർമൽ കൺസൾട്ടേഷൻ വരുമ്പോൾ പോലും കൺസൾട്ടേഷൻ ടൈമിൽ കരച്ചിലാണ്. ഇവരുടെ വ്യൂവേഴ്സ് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടു, എന്താ കറുത്തിരിക്കുന്ന എന്താ. അവരുടെ ഈ ഒരു പ്രശ്നം വരാനുള്ള റീസൺ എന്താണ്? ഐ മീൻ ഇങ്ങനെ ഒരു ബില്ല് ചോദിച്ചു കൊടുത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, ബിൽസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, കൊടുക്കാതിരിക്കുന്നതല്ല. ആൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് എനിക്ക് പ്രോപ്പർ റിസൾട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ അത്രയും പേയ്മെന്റ് ചെയ്തു വന്നിട്ട് കൊളാബ് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് എനിക്ക് അവരെ റിജക്ട് ചെയ്തു, അവരെ ക്ലിനിക്കുകളിലെ റേറ്റ് കുറവാണ് എന്നൊന്നും ആൾക്ക് പബ്ലിക്കലി പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒരു ക്ലയന്റിനോട് റേറ്റ് പറഞ്ഞ് കൺസൾട്ടേഷൻ കഴിഞ്ഞ എമൗണ്ട് പറഞ്ഞ ക്ലയന്റിന്റെ അപ്രൂവൽ എടുത്തതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ് റിപ്പോർട്ട് പോകുന്നത്. ആദ്യം പോസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നില്ല. പിന്നെ കൊളാബ് റിക്വസ്റ്റ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞങ്ങൾക്ക് അത് താല്പര്യമില്ല, നമ്മൾ അങ്ങനെ ആരെയും പ്രൊമോട്ട് ചെയ്യാറില്ല എന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞിട്ട് പിന്നെ അഗൈൻ ആള് 2-3 സെഷൻ വീണ്ടും വന്നു. പേയ്മെന്റ് ചെയ്ത് തന്നെ ആള് പ്രൊസീജിയർ ഒക്കെ ചെയ്തു. ആൻഡ് കഴിഞ്ഞ നെക്സ്റ്റ് സെഷൻ ഒരു 3-4 സെഷൻ കഴിഞ്ഞിട്ട് വീണ്ടും വന്നപ്പോ റേറ്റ് ഭയങ്കരമായിട്ട് കൂടിയെന്ന് ആള് പറഞ്ഞു. ആള് ഇതിന്റെ ഇടയിൽ വേറെ ഒരു ക്ലിനിക്ക് വിസിറ്റ് ചെയ്തു. വിസിറ്റ് ചെയ്തപ്പോ നമ്മുടെ റേറ്റ് ആയിട്ട് മിസ് മാച്ച് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓൾറെഡി ക്ലയന്റിനോട് ട്രീറ്റ്മെന്റ് തുടങ്ങുന്ന എമൗണ്ട് പറഞ്ഞ് ക്ലയന്റിന്റെ കൺസെന്റ് എടുത്തതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ്. എല്ലാ ബില്ലും ക്ലയന്റ് പോകുമ്പോൾ തന്നെ ഫിസിക്കലി നമ്മൾ കൊടുക്കാറുണ്ട്. അവര് പ്രൊഡക്റ്റ് മേടിക്കുന്നത് നമ്മുടെ ബാങ്കിനകത്ത് തന്നെ ഫിസിക്കലി നമ്മൾ കൊടുക്കാറുണ്ട്. ഇനിയിപ്പോ നമ്മള് ലീഗലി മൂവ് ചെയ്തല്ലോ, നമ്മളും ലീഗലി നമ്മളാണ് ആക്ച്വലി ലീഗലി ഞങ്ങള് ഇന്ന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ അവരെ വിളിപ്പിച്ചപ്പോഴാണ് അവര് കംപ്ലൈന്റ് കൊണ്ട് വന്നത്. അവരുടെ കംപ്ലൈന്റ് എന്തായിരുന്നു? അവരുടെ കംപ്ലൈന്റ് ബിൽ കൊടുത്തില്ല, അവരുടെ റെക്കോർഡ് കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുക്കാതെ അവര് ഞാൻ ചോദിക്കട്ടെ, ഒരു 8 മാസം മുൻപുള്ള ഒരു ക്ലയന്റ് ഗവൺമെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ 8 മാസം കണ്ടിന്യൂസ് ആയി വരും. 8 മാസം എടുത്ത് നമ്മള് എന്താണ് നമ്മൾ ചീറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ സ്കാം ആണെന്ന് അവര് റിയലൈസ് ചെയ്യാൻ 8 വന്നിട്ടുണ്ട്. 8 months പ്ലസ് വന്നിട്ടുണ്ട്. യെസ്. ഇവരുടെ കൺസേൺ ഇവർക്ക് വിലക്കണം, അല്ലെങ്കിൽ ബോഡി ഫാറ്റ് കുറയണം, മെലിയണം, ഇതൊക്കെയാണ്. പിന്നെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ലീഗലി മൂവ് ചെയ്തപ്പോ കോർട്ട് ത്രൂ ഒരു പേപ്പർ അയച്ചു. അപ്പൊ അത് നമ്മുടെ അഡ്വക്കേറ്റ് തന്നെ ഹെഡ് ഓഫീസിൽ നിന്ന് എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കോർട്ട് ത്രൂ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള വേർഷൻ, ഇതാണ് ഇങ്ങനെയാണ് വരുന്നത്. ഐ മീൻ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കംപ്ലൈന്റ് എടുത്ത് ആക്ച്വലി ഞങ്ങളാണ്. ഞങ്ങൾ എന്നിട്ട് കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് ഡേ അവരെ ഏൽപ്പിക്കുമല്ലോ, രണ്ടുപേരെയും കൂടെ. അല്ല, ഞാൻ ചോദിച്ചത് നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കാനുള്ള റീസൺ എന്തായിരുന്നു? ഇപ്പൊ അവര് ഇങ്ങനെ അലിഗേഷൻ വന്നതിന് ശേഷമാണ് കംപ്ലൈന്റ് കൊടുത്തത്. ഭയങ്കര മെസ്സപ്പ് ഉണ്ടാക്കി, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഇവരുടെ ഹസ്ബൻഡ് ഒറ്റയ്ക്ക് വന്നത്, ഹസ്ബൻഡ് കൂടെ വന്ന് ഇവിടെ മെറ്റാ ഗ്ലാസ് വെച്ചിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് നമ്മുടെ ആ പെർമിഷൻ ഷൂട്ട് ചെയ്യാണ്. എന്നിട്ട് പറയും ഞാനിപ്പോ ലൈവ് പോകും, ഞാനിപ്പോ ഇത് ഞങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാണ്. വിതൗട്ട് ആ പെർമിഷൻ അവരിവിടെ ചെയ്യുന്നു. പിന്നെ ഫ്രണ്ടിലിരിക്കുന്ന വേറെ അതർ ക്ലയന്റ്സിനോട് ചെന്നിട്ട് നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ട് അങ്ങനെയൊക്കെ ഡീറ്റെയിൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് ശ്രമിച്ചു. സ്റ്റാഫിനെയൊക്കെ ഹറാസ് ചെയ്യുന്ന പോലെ, ലൈക്ക് സ്റ്റാഫിന് എവിടെ ഇപ്പൊ വേണം. അപ്പൊ നമ്മൾ പറയുന്നത് ബില്ല് തരുന്നതിന് ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കാതെ പോകും. നമ്മൾ മെയിൽ ത്രൂ, ഇനിയും നമ്മൾ കയ്യിൽ കൊടുത്തിട്ട് അവർ കിട്ടിയില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളത് മെയിൽ ത്രൂ ഇന്ന് തന്നെ ഫുൾ ഡീറ്റെയിൽസ് തന്നെ തരാം എന്നിട്ട് സാറാണ് സംസാരിക്കുന്നത്. ഇവര് കരച്ചിലും ഭയങ്കര ഇമോഷണൽ സാധനങ്ങൾ മാത്രമാണ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സാറാണ് സംസാരിക്കുന്നത്. പിന്നെ നമ്മള് മെയിൽ ത്രൂ അയച്ചിട്ടുണ്ട്. ഇപ്പൊ ലീഗൽ പേപ്പർ വന്നപ്പോ അങ്ങനെ അയച്ചിട്ടുണ്ട്. ബാക്കി ഫുൾ ആയിട്ട് ലീഗലി പോകാനാണ് പ്ലാൻ. അതാണ് നമ്മൾ വേറെ വീഡിയോസ് ഒന്നും എക്സ്പ്ലോർ, നമുക്കിപ്പോ ഈ വീഡിയോയ്ക്ക് റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായി. അതിനകത്ത് അവര് പക്ഷെ ഈ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല, അവരൊരു ലോങ് വീഡിയോ ചെയ്യുന്നുണ്ട്. ആരോടെ പറഞ്ഞ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, അവർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇവര് ഈ ഹോസ്പിറ്റലുകാരുടെ അല്ലെങ്കിൽ ക്ലിനിക്കുകാരുടെ ആ ഒരു പ്രശ്നം നിങ്ങൾ കേട്ടല്ലോ. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ടേ, എന്നിട്ട് ഇവരാണ് ആദ്യം പോയി അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അവിടെ സ്റ്റേഷനിൽ വിളിപ്പിച്ചപ്പോഴാണ് അവർ തിരിച്ച് കേസ് കൊടുത്തതെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, എന്നാലും കൊളാബ് കിട്ടാത്തോണ്ടുള്ള സങ്കടമാണോ? 8 മാസത്തോളം ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പിന്നെ ഒരു കൊളാബ് കിട്ടാത്തോണ്ട് ഇങ്ങനെ ചെയ്താ? വാവ്, അമേസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേസിങ് അങ്ങ് അറ്റമായിപ്പോയി. പിന്നെ അതുപോലെ ഏതോ സ്റ്റെറോയിഡ് ഒക്കെ അടിച്ച് കയറിയിട്ടുള്ള ഏതോ കൊണച്ച ക്രീമുകൾ വാങ്ങിച്ച് തേച്ചും കൊണ്ട് പണി കിട്ടിയാണ് അവിടെ കയറി വന്നതെന്നാണ് പറഞ്ഞു വെക്കുന്നത്. കേട്ടല്ലോ, ഇത് ഞാൻ പറഞ്ഞല്ല, ആര് പറഞ്ഞത്? ആ സ്റ്റാഫ് പറഞ്ഞതാണ്. അങ്ങനെ 8 മാസത്തോളം ട്രീറ്റ്മെന്റിലാണ്. അപ്പോൾ ഇവരുടെ ലൈഫിൽ പോലും സെക്യൂരിറ്റി ഇല്ലാത്ത എന്തൊക്കെയോ തലതെറിച്ച ക്രീമുകൾ വാങ്ങിച്ച് ഇവരൊക്കെ തേച്ച് പണി കിട്ടി ഇതുപോലെ ട്രീറ്റ്മെന്റ് എടുത്ത് അവരങ്ങ് പോകും. കണ്ടല്ലോ. പക്ഷേ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾ വാങ്ങിച്ച് തേച്ച് നിങ്ങൾ മൂഞ്ചി തിരിഞ്ഞ് അവസാനം ട്രീറ്റ്മെന്റ് എടുക്കാൻ പോയി കാശുള്ളതെല്ലാം പോയി. ഇവർക്കൊക്കെ നല്ല കാശുണ്ട്. ഹസ്ബൻഡ് വന്ന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, പിന്നെ വന്ന് 10 വീഡിയോ ഇട്ട് 10 വ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. പൈസ ഉള്ള ടീംസ്, ഇൻഫ്ലുവൻസർ ഒന്നും ഞാൻ പറയില്ല, അങ്ങനത്തെ ടീംസ്, ആ സ്ഥിതി കുറച്ച് ഫോളോവേഴ്സൊക്കെ ഉള്ള ടീംസ്. അതുകൊണ്ട് അവർക്കൊക്കെ നല്ല കാശുണ്ട്. എന്തെങ്കിലുമൊക്കെ വന്നാലും ചികിത്സിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള പൈസ ഉണ്ട്. നിന്റെയിലൊക്കെ വല്ല ഉണ്ടാ? ഇവളുമാര് പറയുന്ന കേട്ട് വാങ്ങിച്ച് വിശ്വസിച്ച് തേച്ച് മൂഞ്ചി തിരിയുന്ന നിങ്ങൾക്കുണ്ടോ കയ്യിൽ പൈസ വാരി എറിയാനായിട്ട്? പോടെ വെളുക്കാൻ വേണ്ടിയിട്ട് വല്ലവളുമാര് പറയുന്നതും കേട്ടും കൊണ്ട് എടുത്ത് തേച്ച് മൂഞ്ചി തിരിഞ്ഞ് കമ്പിത്തിരിയായി ചുമ്മാ ജീവിതങ്ങൾ തുലച്ച് വയ്ക്കുക. ഞാൻ കുറച്ച് കമന്റ്സ് കല്യാണിയുടെ കമന്റ് ബോക്സിൽ ഒന്ന് വായിക്കാം. കൊളാബ് കിട്ടിയില്ല, അതാണ് കാരണം. കൊളാബ് കിട്ടാത്തതാണോ പ്രശ്നം? നിങ്ങൾ ഇത് തന്നെയല്ലേ ചെയ്യുന്നത്? സ്വയം പണി കിട്ടിയപ്പോൾ വിഷമമായല്ലേ? BDS MBBS ഇതൊക്കെ 100 ആയിരിക്കുമ്പോൾ കൊടുത്താൽ കിട്ടുന്ന പോലെയാണല്ലോ പറയുന്നത്. അതെ, എന്ത്
100 1000 കൊടുത്താൽ കിട്ടുന്നത് പോലെ ആയിരിക്കും പറയുന്നത്. അതെ, BDS ഒക്കെ അവർക്ക് പുച്ഛം. അതിനെങ്ങനെ ആരെങ്കിലും വിലയുള്ള രീതിയിൽ സംസാരിച്ച് ചരിത്രമുണ്ട്? അല്ലാതെ കല്യാണി വെളുക്കാൻ പോയതല്ല. കണ്ണു തുറന്ന് അപ്പോൾ തന്നെ ഫോൺ ഓണാക്കി വെക്കും അല്ലേ യൂട്യൂബേഴ്സിന്റെ ഓരോ കട്ടപ്പാട്. അതെ, ഈ എന്തെങ്കിലും അൽക്കുലത്ത് പരിപാടി ചെയ്തിട്ട് ഇവളുമാർ വലിയ യൂട്യൂബേഴ്സാണ്, നമ്മളിപ്പം കേരളം കത്തിച്ചാളെ, നമ്മളെ കൂടെ കുറേ ഫോളോവേഴ്സ് ഉണ്ട്, നമ്മൾ പറയുന്നതല്ല സത്യമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങ് തുറന്നു വെച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ എണ്ണം. മുഖത്ത് പാടിന് ഇത്ര വൈയായിക ഉണ്ടാകുമോ? കൊടുത്താൽ കൊല്ലത്തും കിട്ടും. MBBS-കാർക്ക് ഡെർമറ്റോളജി അറിയില്ല എന്നാണോ? കൊളാബ് തന്നെയല്ലേ? സ്വന്തമായി പണി കിട്ടിയപ്പോൾ മനസ്സിലായല്ലേ? അവരെ പോലെ തന്നെയല്ലേ നിങ്ങളും? സോഷ്യൽ മീഡിയയിലൂടെ പല ക്രീമും മറ്റു സാധനങ്ങളും ഒക്കെ കാണിച്ച് കുറെ ആൾക്കാരെ ചീറ്റ് ചെയ്യുന്ന നിങ്ങൾക്കും ഈ പറയുന്ന എന്തെങ്കിലും യോഗ്യതയുണ്ടോ ആ പ്രോഡക്റ്റിനെ പറ്റിയൊക്കെ പറയാൻ? എന്നിട്ട് സ്വന്തം മോന്തയ്ക്ക് പ്രോബ്ലം വന്നപ്പോൾ ക്ലിനിക്കിൽ പോയി ഡെർമറ്റോളജി കാണിക്കാൻ. അതിൽ റിസൾട്ട് വല്ലതും കിട്ടിയിരുന്നതിൽ വേറെ വല്ല പുതിയ പ്രോഡക്റ്റ് റിവ്യൂ ആയി വന്ന് അടുത്ത ആൾക്കാരെയും പറ്റിച്ചേനെ. നന്നായി പോയി, കർമ്മയുണ്ട്. അടുത്തത് ഗ്ലാമി എന്ന അവളാകും. കൊടുത്താൽ കൊല്ലത്തും കിട്ടും മക്കളെ. കുറേ ഉടായ്പകളുണ്ട്. അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടല്ലോ. ഇൻട്രസ്റ്റിംഗ്, കണ്ടിന്യൂ. പിന്നെന്ത് കുറെ വാരി തയ്ക്കാറുണ്ടല്ലോ ആളുകളെ പറ്റിക്കാനായിട്ട്. അതൊന്നും പരീക്ഷിച്ചില്ലേ? ഇതാ പറയുന്നത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ആൾക്കാർ മൊത്തം പൂര തെറിവിളി ഓട്ടിച്ചിട്ട് കല്ലെറിയാണ് ഇപ്പം നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന? ഓരോ പ്രോഡക്റ്റ് എടുത്ത് നാട്ടുകാരെ പറ്റിക്കുമ്പോൾ നീയൊക്കെ ആലോചിക്കണം. ഓക്കെ, നാട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കി പോക്കറ്റ് ഇട്ട് സ്വന്തം വീർപ്പുകൾ വീർപ്പിക്കുമ്പോൾ നീയൊക്കെ ഒന്ന് ആലോചിക്കണം. ഇപ്പൊ പണി കിട്ടിയില്ലേ? പണി കിട്ടിയപ്പോൾ നീ ഇത് വിചാരിച്ചാണില്ല. ഇപ്പൊ ക്ലിനിക്കിൽ പോയിട്ട് വലിച്ചു കീഴങ്ങ് ഒട്ടിച്ചപ്പോൾ അവരുടെ വെർഷനിലെന്ന് തോന്നുന്നു 8 മാസത്തോളം കൊണ്ട് നീ അവിടുത്തെ ട്രീറ്റ്മെന്റിലാണെന്ന്. ആ സ്ഥിതിക്ക് നീ അവിടെ നിന്ന് ഏതോ സ്റ്റെറോയിഡ് അടക്കം മിക്സ് ആയിട്ടുള്ള ഏതോ സാധനം എടുത്ത് തേച്ച് പണി കിട്ടിയാണ് അവിടെ കയറി പോയെന്നടക്കമുള്ള കാര്യം പുറത്തായി. ഇപ്പൊ എല്ലാ നാട്ടുകാർ കാര്യം മനസ്സിലാക്കിയ. എന്തായാലും കൊള്ളാം, ഇൻട്രസ്റ്റിംഗ്, വളരെയധികം ഇൻട്രസ്റ്റിംഗ്. ഇതുപോലെ ആയിരിക്കണം കല്യാണി. നീ ഒരു കലാപ്രതിഭ തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുന്നതിന് മുന്നേ ഇമാതിരി പോപ്പുലർ സാധനങ്ങൾ വാങ്ങിച്ച് തേക്കുന്ന ഒറ്റ എണ്ണ അനുഭവിക്കാതെ പോകില്ല. നമ്മൾ എന്തിനാണ് പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങുന്നതെന്ന് ചോദിക്കുന്ന പോലെയാണ്. ഇവിടെ ദൈവം തന്നിട്ടുള്ള സൗന്ദര്യം വെച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ എനിക്ക് മുഖത്ത് ആക്സിഡന്റ് പറ്റി കുറേ പണിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ശ്രമിക്കുന്നത്. എൻ്റെ മൂക്കിൻ്റെ പാൽ ഒടിഞ്ഞു പോയിട്ട് ഞാൻ ഒന്ന് മൂത്ത് വയ്ക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുള്ള ട്രീറ്റ്മെന്റ് ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, അല്ലാണ്ട് വെളുക്കണം, പച്ചയാവണം, പച്ചയ ഹൽക്കായി പോലെ അങ്ങനത്തെ നിറമാറ്റത്തിനൊക്കെ വേണ്ടിയിട്ട് വെളുത്ത് സൗന്ദര്യമാകണം, ഈ വെളുപ്പാണ് സൗന്ദര്യം എന്നൊക്കെ ഉള്ളൊരു മെന്റാലിറ്റി ഒക്കെ എടുത്ത് കളയുടെ. കറുത്തിരുന്നാലും ഒരു കുഴപ്പമൊന്നുമില്ല. ചത്ത് കഴിഞ്ഞാൽ അழிഞ്ഞു പോകുന്ന ശരീരം, അത്രേ ഉള്ളൂ. അതിനു മുമ്പേ നമ്മൾ മരണം വിളിച്ചു വാങ്ങുന്നത് പോലെ സ്കിന്നിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കാൻ വേണ്ടി പൈസ കൊടുത്ത് നമ്മൾ ഓരോന്ന് വാങ്ങിച്ച് തേച്ച് എന്തിന്? എടാ, നമ്മൾ ഉള്ളതുപോലെ ഇരിക്കുമ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് സ്നേഹിക്കിട്ട് നമ്മൾ നന്നായിട്ടൊക്കെ നടക്ക്. കറുത്തിരുന്നാലും വെളുത്തിരുന്നാലും അവരവൻ്റെ കളർ ഉള്ളതുപോലെ പോ. നമുക്കുള്ളതുകൊണ്ട് ഓണം പോലെ പോ. നമ്മൾ വൃത്തിയായിട്ടൊക്കെ ഒരുങ്ങി നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് കമ്മലൊക്കെ വേണമെങ്കിൽ ഇട്ട് ഇങ്ങനെയൊക്കെ നടക്ക്. പിന്നെ മുടിയൊക്കെ ആണെങ്കിൽ കുറച്ച് ടൈറ്റ് ചെയ്ത് കുറച്ച് മുടിയൊക്കെ വെട്ടി അങ്ങനെയൊക്കെ നടക്ക്. അല്ലാണ്ട് ഈ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഓണാത്തിലെ ക്രീം ആരെങ്കിലും എടുത്ത് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വാങ്ങാൻ വേണ്ടി കുറേ എണ്ണം നോക്കിയിരിക്കണം. ഇതൊക്കെ എടുത്ത് വാങ്ങും, തേക്കും, മൂഞ്ചും. കൂടുതലൊന്നും പറയാനില്ല. പറഞ്ഞ് തളർന്ന്. പക്ഷേ ഇപ്പം മനസ്സിലായില്ല, നിങ്ങളെയൊക്കെ പറ്റിച്ച്, ഈ വ്യൂവേഴ്സിനെ പറ്റിച്ച് ഇവളുമാർ ഓരോ ക്രീമുകൾ പ്രൊമോട്ട് ചെയ്ത് നിങ്ങളെ പറ്റിക്കും. എന്നിട്ട് അവളുമാർ അത് ഒരു പ്രാവശ്യം തേക്കും, അതിലെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഒന്നും ഇതുപോലെ ട്രീറ്റ്മെന്റ് എടുക്കും. 8 മാസത്തോളം ട്രീറ്റ്മെന്റിലായിരുന്നു. എന്നിട്ട് കൊളാബ് കൊടുക്കാത്തോണ്ട് ഇപ്പൊ അവന്മാരെ ചെളി വാരി അടിച്ച്. വാട്ട് അമേസിംഗ്, ഫെന്റാസ്റ്റിക്. ഇനി എന്തായാലും കല്യാണിയുടെ വെർഷൻ ഒന്ന് വരണം. അതിനാണ് ഞാൻ വെയിറ്റിംഗ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും. ബൈ.